നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന വോയിസ് സീരീസിലെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷാനുപാതത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷാനുപാതത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂർ വില്ലേജ് ആണ് ഇടുക്കിയിലെ. കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ഇടുക്കി. ഏറ്റവും ചെറിയ വില്ലേജും ഏറ്റവും വലിയ വില്ലേജും ഇടുക്കിയിൽ തന്നെയാണ്. ഏറ്റവും ചെറുത് കുടയത്തൂർ, ഏറ്റവും വലുത് കണ്ണൻദേവൻ ഹിൽസ്. ദെൻ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പന. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള രണ്ടാമത്തെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള രണ്ടാമത്തെ ജില്ലയാണ് ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. വിസ്തീർണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഇടുക്കി. 2 കൊല്ലം മുന്നേ വരെ ഇടുക്കി എത്രാം സ്ഥാനത്തായിരുന്നു? 2ാം സ്ഥാനത്തായിരുന്നു എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വെക്കാം. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം തേയില, ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. ഇടുക്കിയിലാണ് ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. ദെൻ കൂത്തുങ്കൽ പ്രൊജക്ട്, പൊന്മുടി ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം പെരിയാറും ദേശീയോദ്യാനമായി പരിഗണിക്കപ്പെടുന്നു. അപ്പൊ ശ്രദ്ധിച്ചു വെക്കുക, ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ദെൻ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ചിട്ട് പെരിയാറ് കൂടി അതിൽ ഉൾപ്പെടും. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ആദ്യ കമാന അണക്കെട്ട് ആർച്ച് ഡാം ഇടുക്കി. കുറുവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഇടുക്കി ഡാം. പ്രസിദ്ധമായ കുറവൻ കുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേടാണ്. പ്രസിദ്ധമായ കുറവൻ കുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട്. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിൽ ജലവൈദ്യുത ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ജലവൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മല, ഇടുക്കി. ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഇടുക്കി. ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഇടുക്കി. പള്ളിവാസൽ പദ്ധതി ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് നിർമ്മിച്ചത്? ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ പദ്ധതി നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ഇടുക്കിയിലാണ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം 1940. പള്ളിവാസൽ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം 1940. ദെൻ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ, ഇടുക്കി. മുൻവർഷ ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെക്കുക. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ, ഇടുക്കി. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ, ഇടുക്കി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രവും കേരള ഏലം ഗവേഷണ കേന്ദ്രവും ഇടുക്കിയിൽ തന്നെയാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഏലത്തോട്ടം, ഏലം ലേല കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേടാണ്. വണ്ടൻമേട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം, ഏലം ലേല കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട്. ദെൻ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം. 1978 ഇരവികുളം ഉദ്ഘാടനം കഴിഞ്ഞത്.
ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്കാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്ക്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ വരയാടാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി താർ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം വരയാട്. ഏത് മലയുടെ താഴ്വാരത്താണ് മൂലമറ്റം വൈദ്യുത നിലയം സ്ഥാപിച്ചിരിക്കുന്നത്? നാടുകാണി മലയുടെ ചുവട്ടിലാണ്. ദെൻ കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി, തേക്കടി, മൂന്നാർ എന്നിവയാണ്. കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി, തേക്കടി, മൂന്നാർ. മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൊടുപുഴ. മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൊടുപുഴ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴ. എറണാകുളം ജില്ലയോട് ഏത് വില്ലേജ് ചേർത്തപ്പോഴാണ് ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഇടുക്കിക്ക് നഷ്ടമായത്? കുട്ടമ്പുഴയാണ്. മുന്നേ ഇപ്പോ തിരിച്ച് ഇടുക്കി തന്നെയാണ് വലിയ ജില്ല. പക്ഷെ ആദ്യം ഇടുക്കി തന്നെ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പിന്നീട് അത് നഷ്ടപ്പെട്ടിട്ട് പാലക്കാടായിരുന്നു കുറച്ചു കാലം. അത് ആര് കാരണമാണ്? എറണാകുളം ജില്ലയിൽ നിന്ന് കുട്ടമ്പുഴ വില്ലേജ് എറണാകുളം ജില്ലയോട് ചേർത്തപ്പോഴാണ്. എറണാകുളം ജില്ലയോട് കുട്ടമ്പുഴ വില്ലേജ് ചേർത്തപ്പോഴാണ് ഇടുക്കിക്ക് ഏറ്റവും വലിയ ജില്ല എന്ന പദവി നഷ്ടപ്പെട്ടിരുന്നത് മുന്നേ. ദെൻ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. ഇടുക്കിയിലെ ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. ഇടുക്കിയിലെ ഉടുമ്പൻചോല. ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ തേന്മാരിക്കുത്ത്, തൊമ്മൻകുത്ത് എന്നിവയാണ്. ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ തേന്മാരിക്കുത്ത്, തൊമ്മൻകുത്ത് എന്നിവയാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം. ഇടുക്കിയിലെ പ്രദേശം രാമക്കൽമേടാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രദേശം രാമക്കൽമേട്. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ചിത്ര പൗർണമിയാണ്. ചിത്ര പൗർണമി. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലത്താണ്. അത് ശ്രദ്ധിച്ചു വയ്ക്കാം. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയും ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്, കൊല്ലത്ത്. ദെൻ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ദെൻ ഇന്തോ സ്വിസ് സംരംഭമായ ക്യാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെന്റ് പ്രൊജക്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാട്ടുപ്പെട്ടി. ഇന്തോ സ്വിസ് സംരംഭമായ ക്യാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെന്റ് പ്രൊജക്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാട്ടുപ്പെട്ടി. 1963 ദെൻ ഇടുക്കിയിൽ നിന്നും കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ചേരുന്ന നദി പാമ്പാറാണ്. ഇടുക്കിയിൽ നിന്നും കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ചേരുന്ന നദി പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ചാമ്പൽ മലയണ്ണാൻ ഗ്രിസിൽഡ് ജയന്റ് സ്ക്വിറൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കേരളത്തിൽ ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. പുറന്തോടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലം ചിന്നാറാണ്. നക്ഷത്ര ആമകളെ കണ്ടുവരുന്ന സ്ഥലം ചിന്നാർ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനിയാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനി. ദെൻ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ മൂന്നാറിലാണ്. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികളുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ. 3 ആറ് ചേരുന്നതാണ് മൂന്നാർ. ഏതൊക്കെയാണ് ആറുകള്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ദെൻ ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് മൂന്നാർ. ദെൻ ഇടുക്കി അണക്കെട്ടിന് സഹായം നൽകിയ രാജ്യം ഫ്രാൻസ് ആണ്. ഇടുക്കി അണക്കെട്ടിന് സഹായം നൽകിയ രാജ്യം ഫ്രാൻസ്. കാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്, അതായത് മാട്ടുപ്പെട്ടിയിലെ പ്രൊജക്ടിന് സഹായം നൽകിയ രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ദെൻ മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ ആണ്. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ. ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും മറയൂരാണ്. ഒരു പ്രത്യേക സസ്യത്തിന് മാത്രമായി ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല ഉദ്യാനം.
ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല ഉദ്യാനം 2006 നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടിയാണ് അഥവാ പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം തേക്കടിയാണ്, പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി എന്നാണ്. നെല്ലിക്കാംപെട്ടി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള കുറച്ച് വിവരം കൂടി വേണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ദെൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്കാണ്. 1887 മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1895 മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ദെൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക സെക്ഷൻ നമ്മൾ മുന്നേ എടുത്തിരുന്നു. നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ക്ലാസ് കൂടി ഒന്ന് കാണുക. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇടുക്കിയെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ്. ഇടുക്കി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏലത്തിന്റെ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ തേയിലയുടെ ഉൽപ്പാദനമൊക്കെ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കിയിലാണ്. അപ്പോൾ അത്രയും വിവരങ്ങളാണ് നമുക്ക് ഇന്ന് ഇടുക്കിയുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.